രേണുസു എന്തായാലും അങ്ങനെ അധികം നാൾ ബിഗ് ബോസ് ഹൗസിൽ അങ്ങനെ നിൽക്കാനുള്ള ഒരു സാധ്യതയില്ല അല്ലേ. കാരണം നമുക്കറിയാം തുടക്കം തുടങ്ങി തന്നെ ഭയങ്കര ഒരു വീക്കായിട്ട് നിൽക്കുന്ന ഒരു മത്സരാർത്ഥി ആരാണെന്ന് വെച്ചാൽ ഉറപ്പായിട്ടും രേണുസുതിയാണ്. അതിന് രേണുസുതിക്ക് അതിന്റെ റീസൺസും പറയുന്നുണ്ട്. ഈ പറയുന്ന മുടിയുടെ റിലേറ്റഡ് ആയിട്ടുള്ള ഈ പറയുന്ന പെയിൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഹെയർ എക്സ്റ്റൻഷൻ ആയിട്ടുള്ള ബുദ്ധിമുട്ടുകളായിക്കോട്ടെ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ പറയുന്ന മക്കളെ കാണാത്തതിലുള്ള വിഷമം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് തന്നെ രേണുസുതി തന്നെ ബിഗ് ബോസ് ഹൗസിനോട് തന്നെ ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തിറക്കണം, എനിക്ക് എന്തായാലും മതി, എന്തായാലും ഞാൻ പോകാൻ തയ്യാറാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നിലധികം തവണ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇപ്പൊ കഴിഞ്ഞ ദിവസം പോലും അനുമോളമായിട്ടുള്ള ഒരു ഹൈജീൻ റിലേറ്റഡ് കാര്യങ്ങൾ പറയുന്ന സമയത്ത് പോലും ഇത്തരത്തിൽ പറയുന്നുണ്ട്. നമുക്കറിയില്ലേ, ഈ പറയുന്ന ബിഗ് ബോസ് ഹൗസ് എന്ന് പറയുമ്പോഴത്തേക്കും അതിനകത്ത് ഈ പറയുന്ന ഇമോഷണൽ കണക്ഷൻ, ഈ പറയുന്ന ഓഡിയൻസുമായിട്ടൊരു നല്ല രീതിയിലൊരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെയാണ് ഈ പറയുന്ന വളരെയധികം സ്മാർട്ടായിട്ട്, അതുപോലെ തന്നെ വളരെയധികം ആക്റ്റീവായിട്ടൊക്കെ ഈ പറയുന്ന ഓരോ ചലഞ്ചസിനകത്തും എല്ലാത്തിനും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അക്കാര്യത്തിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ രേണുസുതി ഭയങ്കര ഒരു വീക്കായിട്ടുള്ള ഒരാൾ തന്നെയാണല്ലോ. അവരെ കുറ്റം പറയാനും പറ്റത്തില്ല. കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് തുടങ്ങി പറയുന്നതാണ് താൻ ഭയങ്കര വീക്കായിട്ടുള്ള ഒരാളാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് അവിടുത്തെ ഒരു മല്ലന്മാരുമായിട്ട് മുട്ടി നിൽക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല. അപ്പൊ അതുപോലത്തെ ഒരു കാര്യത്തിനകത്തൊക്കെ രേണുസുതിക്ക് മുട്ടി നിൽക്കുക, അല്ലെങ്കിൽ ഇതിനകത്തൊരു വിജയം കൈവരിക്കുക എന്നൊക്കെ പറയുന്ന അത്ര ഒരു ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല എന്ന് നമുക്ക് അറിയാമല്ലേ. രേണുസുതി ഫസ്റ്റ് എന്തായാലും പറഞ്ഞിട്ടുണ്ട്, ഞാൻ എന്തായാലും ഈ ഒരു കോമ്പറ്റീഷനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്തതിൽ തന്നെ ഞാൻ എന്തായാലും വിജയിച്ചു എന്ന് പറയുന്നുണ്ട്. കാര്യം ഇവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോലും തനിക്ക് അർഹതയില്ല, അല്ലെങ്കിൽ അതിൽ നിന്ന് പോലും തന്നെ തടയാൻ വേണ്ടി ശ്രമിച്ച ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കൊക്കെയുള്ള ഒരു അടിയാണ്, അല്ലെങ്കിൽ അവർക്ക് നേരെയുള്ള തന്നെ ഒരു വിജയമാണ് ഇതിനകത്ത് എന്തായാലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റി, ഇത്രയും വരെ നിൽക്കാൻ പറ്റി എന്നൊക്കെ വരെ രേണുസുതി പറയുന്നുണ്ട്. പറയുന്നത് ഇമോഷണൽ സൈഡ് പിടിക്കുകയാണെങ്കിൽ പോലും, അതായത് രേണുസുതിക്ക് വയ്യ അല്ലെങ്കിൽ മക്കൾ കാണണം അങ്ങനത്തെ രീതിയിലൊക്കെ പറയുമ്പോൾ തന്നെ ഇമോഷണലി കണക്ട് ആവുന്ന ഉറപ്പായിട്ടും ഒരുപാട് ഓഡിയൻസ് ഉണ്ടായിരിക്കും. പക്ഷെ ഇതാണെങ്കിൽ റിപ്പീറ്റേറ്റീവ് ആയിട്ട് ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഈ പറയുന്ന കാണുന്ന ഓഡിയൻസിനാണെങ്കിൽ പോലും ശരിക്കും പറഞ്ഞിപ്പം അടുത്ത് തുടങ്ങി തന്നെ പറയാല്ലേ. നമ്മൾ ഈ പറയുന്ന പോൾസിലായാലും എല്ലാത്തിനകത്തും കാണുന്നതാണ് രേണുസുതിനെ എന്തായാലും ബിഗ് ബോസിനെ അടുത്ത് പുറത്ത് കളയാനുള്ള സാധ്യതയാണ് എന്തായാലും കൂടുതലുള്ളത് എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ കാണുന്നത്. കാര്യം ഒരു രീതിയിലും ആക്റ്റീവ് അല്ലെങ്കിൽ ഒരു കാര്യത്തിനകത്തും ഒരു സംസാരത്തിലാണെങ്കിൽ പോലും വളരെ വീക്കായിട്ട് നിൽക്കുന്ന ഒരാൾ തന്നെയാണല്ലോ. വളരെ ഒന്നിനകത്തും ഇല്ല, തനിക്ക് ഒന്നിനും വയ്യ എന്നുള്ള രീതിയിൽ എല്ലാത്തിനും വിട്ടൊരു മൂലക്ക് മാറി നിൽക്കുന്ന ഒരാൾ മാത്രമാണ് ഈ പറയുന്ന രേണുസുതി അല്ലേ. അപ്പൊ എന്തായാലും രേണുസുതി അധികം നാളെന്തായാലും ബിഗ് ബോസ് ഹൗസിനകത്ത് തന്നെ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് പേഴ്സണലി എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഇനി ഒരുപാട് മുന്നേറാൻ സാധ്യതയുള്ള ഒരാളാണ് രേണുസുതി എന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യും.